എമ്പുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട്. ആരാന്നറിയോ സർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. He was talking about Empuran, a cinema which was yesterday. Does he dare to have a re-release of 51 cuts? TP Chandrasekharan. Left, right, left. ഇന്നലെ രാജ്യസഭയിൽ ഒരു തീപ്പൊരി ഫൈറ്റ് ഉണ്ടായിരുന്നു. അറജം പറഞ്ഞ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. 2 MP തമ്മിലായിരുന്നു ഫൈറ്റ്. ഒരു സൈഡിൽ ജോൺ ബ്രിട്ടാസ്, മറ്റൊരു സൈഡിൽ സുരേഷ് ഗോപി. അതും മലയാളത്തിൽ കിട്ടില്ല. സിനിമയെ വെല്ലുന്നത്, സിനിമയിൽ പോലും കാണാത്ത അത്രയ്ക്ക്. പിന്നെ ഈ പറയുന്ന രണ്ടുപേരും ഒന്നിനൊന്നിനും വെച്ചോന്ന് പറയും. ഇപ്പൊ ബ്രിട്ടാസ് ആയിക്കോട്ടെ, ഈ പറയുന്ന നമ്മുടെ സുരേഷ് ഗോപി ആയിക്കോട്ടെ, ഡയലോഗ് ഡെലിവറി, എന്തിനാണ് കുറിക്കുള്ള മറുപടി എന്നൊക്കെ പറയും പോലുള്ള ഒരു കിടിലമായിട്ടുള്ള ഒരു സംവാദം ഉണ്ടായിരുന്നു. ആദ്യം തന്നെ പറയട്ടെ, ഈ ചാനൽ ഒരു രാഷ്ട്രീയ അധിഷ്ഠിത ചാനലൊന്നുമല്ല. ഒരു പിന്നെ പാർട്ടിയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഡിഗ്രേഡ് ചെയ്യുന്നില്ല. തെറ്റെവിടെ കണ്ട് അതെടുത്ത് പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി തന്നെയാണ്. മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അപ്പോ ഇവിടെയും ഈ പറയുന്ന എമ്പുരാൻ ഒരിടത്തും എന്ത് ചെയ്ത് എമ്പുരാന്റെ ആ അലകൾ കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായി. ഇവിടെ എമ്പുരാൻ തന്നെയാണ് വിഷയം. എമ്പുരാൻ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അപ്പം ഇവിടെ എമ്പുരാൻ ഒരു വിഷയമായി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആദ്യം ബ്രിട്ടാസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതിന് കൊടുത്ത പിന്നെ നമ്മുടെ സുരേഷ് ഗോപി കൊടുത്ത മറുപടിയും നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തന്നെ പറയും. ഞാൻ ഈ സൈഡിൽ കൊടുക്കാം, കണ്ടോളൂ. ഈ രാജ്യത്ത് ഇവിടെ നടന്നിരിക്കുന്ന ചർച്ചകൾ നോക്കുക. ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവരുണ്ട്. ഇവിടെ ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ. ഓരോ ദിവസവും ക്രിസ്ത്യാനികൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നു. കഴിഞ്ഞ വർഷം മാത്രം ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത്. മണിപ്പൂരിൽ 200-ലേറെ പള്ളികൾ ഇവരെ കത്തിച്ചു. സാർ, ഇവരിപ്പോ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈസായി ക്രിസ്ത്യാനി കേരള മുനമ്പെന്ന് പറയുന്നുണ്ടല്ലോ സാർ. സ്റ്റാൻ സ്വാമിയെ മറക്കാൻ പറ്റുമോ സാർ? പാർക്കിൻസൺസ് രോഗം വന്ന് ഒരു തുള്ളി വെള്ളം കഴിക്കാൻ കഴിയാതെ ഒരു സ്ട്രോയ്ക്ക് വേണ്ടി കരഞ്ഞ മനുഷ്യൻ. ആ മനുഷ്യനെ നിങ്ങൾ ജയിലിലിട്ട് കൊന്നില്ലേ? ഗ്രഹാം സ്റ്റേറ്റ്സിനെ മറക്കാൻ പറ്റുമോ? ചുട്ടുകൊന്നില്ലേ? മക്കളോടൊപ്പം ചുട്ടുകൊന്നില്ലേ? ഇപ്പോഴും ആക്രമണം നടക്കുകയല്ലേ ചെയ്യുന്നത് സാർ? ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട് സാർ, 30 വെള്ളിക്കാശിന് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത്. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലർ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ. കഴിഞ്ഞ ദിവസം പുരുഷന്റെ പേരിലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവർ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ പതിവിലകിരിക്കുന്നതാണ് സാർ. കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു സിനിമ സാർ? എമ്പുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട്. ആരാന്നറിയോ സാർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും, മലയാളി തിരിച്ചറിയും, കേരളം തിരിച്ചറിയും സാർ. അതാണ് കേരളത്തിന്റെ. ഒന്നാമത്തെ കേസ്, ഈ പറയുന്നവരെല്ലാരും ബ്ലാക്ക് ഷർട്ട് ഇട്ടുകൊണ്ടാണ് വന്നത്. അതായത് എമ്പുരാൻ സിനിമയിൽ ആ ബ്ലാക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിന് തൊട്ട് ബാക്കിലിരിക്കുന്ന അയാൾ അതിനകത്ത് ഇവര് പറഞ്ഞ ഈ മുന്ന എന്ന് പറഞ്ഞ കഥാപാത്രം നമുക്കറിയില്ല, വില്ലന്റെ കൂടെ നടക്കുന്ന കഥാപാത്രമാണ്. അതായത് ഇത് ഒറ്റയ്ക്ക് കൊടുക്കുന്നില്ല, അത്രയും ഈ പറയുന്ന മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് കൊടുക്കുന്ന ഒരു കഥാപാത്രം. അപ്പൊ ഈ പറയുന്ന യൂദാസും ഈ മുന്നയുമായിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഇതിനകത്ത് ബ്രിട്ടാസ് പറയുന്നത് നിങ്ങളുടെ അകത്ത് മൊത്തം യൂദാസുകളാണ്. അതായത് മുന്ന അവിടെ യൂദാസ് ആണല്ലേ, കൂടെ നിന്നിട്ട് ഒറ്റയ്ക്ക് കൊടുത്തു. ആ ഒരു സംഭവമാണ് പറയുന്നത്. ഓക്കെ, വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി. ഒരാൾ ജയിച്ചിട്ടുണ്ട്, ഞങ്ങൾ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ഒരു തെറ്റ് പറ്റി മലയാളിക്ക്, ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ. പേടിക്കണ്ട സാർ. ഒരു കാര്യം ഞാൻ പറയാം, മുൻപത്തെ ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല. ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ്. അത് ഞങ്ങളുടെ വാഗ്ദാനമാണ്. 5 ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ ഈ മുനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് സാർ. ഞങ്ങൾ ചെയ്തിരിക്കും. നിങ്ങളുടെ ആരുടെ ഓശാരം വേണ്ട. മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ ഒരു ആരാധനയും മറക്കേണ്ടി വരില്ല. ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല. ഏവർക്കും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും.
അവിടെ ഉണ്ട്. അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം. ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കണ്ണീർ ഒഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളിക്കൊണ്ടെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇത്രയും പറഞ്ഞു തീർന്നു. ഇനി അടുത്ത നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയ നമ്മുടെ സുരേഷ് ഗോപിയുടെ വരവ്. ഇനി സുരേഷ് ഗോപി ഇതിനുള്ള മറുപടി കൊടുക്കുകയാണ്. മനസ്സിലായി? അതുകൂടെ കേൾക്കൂ. ഇതും തീപ്പൊരിയാണ്. I'm going to talk in Malayalam. Yes, sir. Because I did the honors yesterday there in the other house in English. Now he needs to be reminded in the form of being taught some lessons. He was talking about Empuran, a cinema which was yesterday. Does he dare to have a re-release of 51 cuts? T.P. Chandrasekharan. Left, right, left. Left, right, left. Please sit down. Please. Not. Through I you, will not sir. allow you. Please sit down. Listening. Through you, sir. Please speak. 2 films. आप बोलिए. Does Mr. Brittas or his Kairali channel or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry, I do not wish to take മമ്മൂട്ടിയുടെ പേരാ ഇത് because he is പറയുന്നത്. a noble soul. മമ്മൂട്ടിയുടെ പേര്. Do they have the guts? Does the Chief Minister of Kerala have the guts to have... What is wrong? What is wrong? What is wrong with the language? दूंगा बाद में. Do I will. Sir, Let him sir, complete. they should have the guts to let these 2 films be screened again. Permitted to be screened. Then they can start. ഇവിടെ സുരേഷ് ഗോപി ചോദിക്കുന്ന മറ്റുമല്ല, നിങ്ങൾ ഈ പറയുന്ന എമ്പുരാനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇതിൽ TP ചന്ദ്രശേഖരൻ 51 കട്ട്സ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഇപ്പൊ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞ കട്ടും അത് രണ്ടാമതും റിലീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഗട്ട്സ് ഉണ്ടോ എന്നുള്ളതാണ് ഈ പറയുന്ന നമ്മുടെ സുരേഷ് ഗോപി തിരിച്ചടിക്കുന്നത്. ഓക്കെ, ബാക്കി കേൾക്കാം. Yelling for Empuran. And one more matter of fact, which is the only truth, which I have to be letting the Indian nationals, I have to be letting it known to the Indian citizens. There was no censor pressure on the producers of Empuran. I was the first person to call up the producers and ask them to delete my name in the form of a credit card towards the beginning of the film. Stop. This is the truth. Please, please. This is the truth. Sir, I need your protection. Okay. I need your protection. माफ करें. Undisturbed. Undisturbed. This is the truth. The decision of the producers and the lead actor of the film, with the permission of the director of the film, to remove 17 portions from that film. Son, it was their decision. Please. And what is the circus which is going on in the name of politics in the whole of the state? Defaming my political party. बुद्धन. See, all Munambathu, I will. Please sit down. കുടുംബങ്ങളെയാണ്. Sir, please give me a little time. Please, sir. 600 കുടുംബങ്ങളെ അവരെ ചതിയിൽപ്പെടുത്തി മാത്രമല്ല വഹിച്ചിരിക്കുകയാണ്. ഇവര് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത്? ഒരു കമ്മീഷൻ ജസ്റ്റിസ് CNRന്റെ പേരിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചു. ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മുക്കുകല്ല ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ. അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും. താങ്ക് യു വെരി മച്ച്. സത്യം പറഞ്ഞാൽ സിനിമയിൽ പോലും ഈ രീതിയിലുള്ള മറുപടികൾ കാണത്തില്ല. സത്യം പറഞ്ഞാൽ രണ്ടുപേരും, എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ ആരാണ് ജയിച്ചെന്ന് ചോദിച്ചത് രണ്ടുപേരും ഒരുപോലെ. ഈ പറഞ്ഞ ബ്രിട്ടാസ് പറഞ്ഞതിലും കാര്യമുണ്ട്, ഈ പറയുന്ന സുരേഷ് ഗോപി പറഞ്ഞതിലും കാര്യം. രണ്ടുപേരും വിട്ടുകൊടുത്തു. രണ്ടുപേരും സത്യം പറഞ്ഞാൽ ഇത് മെയിനായിട്ട് ഞാൻ ഇത് സംഭവം ഇത് കാണുമ്പോൾ നമ്മൾ സിനിമ കാണുന്നതിനെക്കാട്ടൊരു ത്രില്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഡയലോഗ് ഡെലിവറി നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണണം. അപ്പൊ എന്തായാലും
കൊള്ളാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ആരുടെ പ്രസംഗമാണ് ഇഷ്ടപ്പെട്ടത്, ആരെയാണ് ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു. ഞാൻ വീണ്ടും പറഞ്ഞു, ഇതിന് രാഷ്ട്രീയ ചാനലിൽ തേങ്ങ വാങ്ങിയൊന്നുമല്ല. ഇതിപ്പോ കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. എന്തോ ആയിക്കോട്ടെ, അതുകൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.